നമസ്കാരം, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഈശ്വര കൃപയാൽ എനിക്കിവിടെ സുഖമാണ്. ഇത് സെയിൻറ്റ് ആൻ്റണിയിലെ ആ ചേർച്ചാണ്. ഞാൻ സ്ഥിരമായി പോകുന്ന ആ പള്ളി വലിയതുറയിലാണ് ഈ ചേർച്ച്. ഈ ആഴ്ച രാവിലെ എനിക്ക് പോകാൻ സാധിച്ചില്ല. വൈകുന്നേരമാണ് ഞാൻ പോയത്. ഈ സമ്മർ ഭയങ്കര കടുത്തതാണെങ്കിലും ഈശ്വര കൃപയാൽ നമുക്ക് ആവശ്യത്തിന് മഴയുണ്ട്. താങ്ക് യു സെയിൻറ്റ് ആൻ്റണി. അവിടെ വെച്ച് 2 കുഞ്ഞു ഫാൻസിനെ പരിചയപ്പെട്ടു. അത് കഴിഞ്ഞ് നേരെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി ശിവയിൽ തൊഴുതിറങ്ങിയപ്പോൾ അവിടെയും കണ്ടു ഒരു നല്ല ആരാധികയെ. മോൾക്ക് പ്രസാദം കിട്ടിയ ഉപ്പ് മാങ്ങ അമ്മയ്ക്ക് തന്നു, ജലജ അമ്മയ്ക്ക് തന്നു. ഞാൻ സന്തോഷമായിട്ട് വാങ്ങിച്ച് പൊതിഞ്ഞ് വീട്ടിൽ കൊണ്ടുപോയിട്ട് മോളെ വിചാരിക്കും, അമ്മയെ കാണുമ്പം വിചാരിക്കും എപ്പോഴും. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടിയെന്ന് തോന്നുന്നത് ഇതുപോലെയുള്ളവരുടെ സ്നേഹം അറിയുമ്പോഴാണ്. താങ്ക് യു ജലജ അമ്മ. ഇതടുത്ത ദിവസമാണ് കേട്ടോ. ഈ പക്ഷിയെ കണ്ടോ? ഇത് ചക്കോര പക്ഷി എന്ന് പറയും. ഇതിൻ്റെ കണ്ണ് മഞ്ചാടി പോലെ ഇങ്ങനെ ചുമന്നിരിക്കും. ഇത് വീട്ടിൽ വരുന്നത് വളരെ വിശേഷമാണെന്ന് പറയും. പലവട്ടം വന്നിട്ടുണ്ടെങ്കിലും റെക്കോർഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് എനിക്കൊന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ എൻ്റെ പതിവ് ജോലികളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ഞാൻ മിസ് ചെയ്തില്ല. കാറ് കഴുകി, അതുപോലെ തുണി ഒരുപാടുണ്ടായിരുന്നു, അതൊക്കെ മുക്കി വെച്ച് അതും കഴുകിയിട്ടു. അങ്ങനെ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറുണ്ട്. ഇത് അടുത്ത ദിവസമാണ്. ഇന്ന് 10-ാം ഉദയമാണ്. ഇന്നാണ് നമ്മുടെ കുട്ടികളുടെ പ്രോഗ്രാം. ഞാൻ അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോൾ ഇതാണ്ടോ ആരാണ് വെയിറ്റിംഗ് എന്ന്. 2 പൂച്ചക്കുട്ടികളുണ്ട്, മണിയനും പൂച്ചുറാണിയും. 2 പേർക്കും ആവശ്യത്തിന് ക്യാറ്റ് ഫുഡൊക്കെ കൊടുത്തു ഞാൻ. നേരത്തെ വ്ളോഗിൽ ഞാൻ ഷെയർ ചെയ്തിരുന്നല്ലോ, നമ്മുടെ കൊച്ചിയിലുള്ള VJ ഹോസ്പിറ്റലിലെ ഓണർ ഡോക്ടർ വേണു ഫാമിലിയും. അദ്ദേഹം ട്രിവാൻഡ്രത്ത് വന്നപ്പോൾ എൻ്റെ ഈ കഴുത്ത് വേദനയ്ക്ക് അദ്ദേഹം സജസ്റ്റ് ചെയ്തു സൂര്യ നമസ്കാരം നല്ലതാണെന്ന്. ഞാൻ പണ്ട് ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ ഞാനിത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വീണ്ടും പൊടി തട്ടി സൂര്യ നമസ്കാരം ഞാൻ ആരംഭിച്ചു. തുടക്കത്തിൽ എനിക്ക് നല്ല സ്ട്രെയിൻ ആയിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്ക് വലിയ കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അന്നൊക്കെ 20 പ്രാവശ്യമൊക്കെ ചെയ്യുമായിരുന്നു. ഫ്ലാറ്റ് സ്റ്റൊമക്കൊക്കെ ആയിരുന്നു. അതൊരു എത്ര വർഷം കാണും, ഒരു 10-15 വർഷങ്ങൾക്ക് മുന്നെയാണേ. ഇപ്പോൾ വീണ്ടും ഡോക്ടർ പറഞ്ഞതനുസരിച്ച് ഞാൻ സൂര്യ നമസ്കാരം റീസ്റ്റാർട്ട് ചെയ്തു. ഡോക്ടറുടെ അഭിപ്രായം അനുസരിച്ച് സൂര്യ നമസ്കാരം ചെയ്താൽ എല്ലാതും ഇൻക്ലൂസീവാണത്. ഏറ്റവും നല്ല എക്സസൈസാണ് അതെന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നു. അദ്ദേഹം ഓർത്തോ സർജനാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് 100% ശരിയായിരിക്കുമല്ലോ. അങ്ങനെ ഈശ്വര കൃപയാൽ ഞാൻ സൂര്യ നമസ്കാരം ആരംഭിച്ചു. എക്സസൈസ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമായി. നമ്മുടെ രാജമ്മ ദോശ ചുടുകയാണ്. മുളക് ചമ്മന്തിയാണ് രാജമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം. ഞാൻ ഉണ്ടാക്കി വെച്ച മുളക് ചമ്മന്തി തീർന്നത് കൊണ്ട് പുതിയ ഒരു മുളക് ചമ്മന്തി ഞാൻ ഉണ്ടാക്കുകയാണ്. എന്നിട്ട് വേണം ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒരുമിച്ചിരുന്ന് കഴിക്കാനായിട്ട്. എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് എൻ്റെ അടുക്കളയുടെ സ്പേസ് കൃത്യമായിട്ട് അറിയാൻ പറ്റും. കുറച്ച് സ്പേസേ ഉള്ളൂ. ഒറ്റയ്ക്കാണെങ്കിൽ അവിടെ നമുക്ക് വലിയ പ്രശ്നമില്ലാതെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. പക്ഷേ 2 പേര് നിൽക്കുമ്പോൾ സ്പേസ് തീരെയും കുറവാണ്. അപ്പോൾ ഞാനും രാജമ്മയും കൂടി നിന്നപ്പോൾ അത്യാവശ്യം അവിടെ ഞങ്ങൾ തട്ടിമുട്ടിയൊക്കെയാണ് നിന്നത്. സ്പേസ് കുറവാണേ, അതുകൊണ്ട്.
ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ സ്ഥിരമായിട്ടും നിലത്തിരുന്നാണ് കഴിക്കുന്നത്. എൻ്റെ കൂടെ രാജമമ്മയും നിലത്ത് തന്നെ ഇരിക്കും. അങ്ങനെ ഞങ്ങൾ എല്ലാ സാധനങ്ങളും കൊണ്ടുവന്ന് റെഡിയാക്കി വെച്ചു കഴിക്കാനായിട്ട്. മുളക് ചമ്മന്തി അരച്ചത് കൊണ്ട് ടേസ്റ്റ് അറിയാനായിട്ട് 2 ദോശയും പിന്നെ ശകലം പഴഞ്ചോറുമാണ് ഞാൻ കഴിക്കുന്നത്. ആ പഴഞ്ചോറെന്ന് വെച്ചാൽ ചുമന്നരിയാണ് കേട്ടോ. മറ്റേ ഈ തവിട് കളയാത്ത ചമ്പാരി ഉണ്ടല്ലോ, അതാണ് ഞാൻ ചോറിന് വെക്കുന്നത്. അത് തലേ ദിവസം വെള്ളത്തിലിട്ട് വെക്കും. അതിൽ നിന്ന് ശകലം തൈര് കൂട്ടി അച്ചാറും കൂട്ടി ഞാൻ കഴിക്കും. നമ്മുടെ രാജമമ്മയും ഇതുപോലെ തന്നെ 2-3 ദോശയും പിന്നെ നമ്മുടെ പഴഞ്ചോറും അച്ചാറും കൂട്ടിയാണ് കഴിക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിക്കും. ഈ സമ്മറിൽ ഈ പഴഞ്ചോറ് കഴിക്കുമ്പോഴുള്ളൊരു നമ്മുടെ ഒരു റിലീഫ് എന്ന് പറയുന്നത് കഴിച്ചവർക്കേ അറിയാൻ പറ്റുള്ളൂ. അത് ആക്ച്വലി എൻ്റെ കണ്ണൊക്കെ തണുക്കുന്നത് എനിക്ക് ഫീൽ ചെയ്യും കേട്ടോ. അത്രയും തണുപ്പാണ് ആ ഫുഡിന്. മഴയൊക്കെ ഉണ്ടെങ്കിലും ചൂടെന്ന് പറയുന്നത് വെയിലടിക്കുമ്പോൾ അങ്ങ് കത്തിപ്പോകുന്ന ചൂടാണ്. അതുകൊണ്ട് പഴഞ്ചോറാണ് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ആശ്വാസം. ആർക്കെങ്കിലും അവിടെ ആഗ്രഹം ഉണ്ടെങ്കിൽ എസ്പെഷ്യലി ഈ സമ്മറിൽ ഈ പഴഞ്ചോറ് കഴിച്ച് നോക്കൂ. നിങ്ങൾക്ക് നല്ല റിലീഫായിരിക്കും. ഈ ചൂടെന്ന് പറയുന്ന സാധനം ശരീരത്തിൽ ഏൽക്കുകയില്ല. നനച്ചിട്ട തുണികളൊക്കെ ഉണങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ മടക്കി അങ്ങ് സെറ്റാക്കി അങ്ങ് വെച്ചു. സൗഭാഗ്യയുടെ ബർത്ത്ഡേക്ക് ഞാനൊരു പുഡിങ് ഉണ്ടാക്കി കൊടുക്കുന്നത് വ്ളോഗിലിട്ടിരുന്നല്ലോ. അത് കണ്ടിട്ട് ഡാൻസ് ക്ലാസ്സിൽ ഒട്ടുമിക്ക പേരും, പ്രത്യേകിച്ച് അഞ്ജലി എന്ന് പറഞ്ഞൊരു കുട്ടിയും കൂടെ ചേർന്ന് അവർക്കും ഈ പുഡിങ് ഒന്ന് വേണം, ടേസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് പ്രോഗ്രാമാണല്ലോ, നമ്മുടെ കുട്ടികളൊക്കെ മുകളിൽ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടിയിട്ട് ആ പുഡിങ് ഒന്നും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ ദിവസം അനിക്കുട്ടിയുടെ കൂടെ ലുലുവിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹൈപ്പർ മാർക്കറ്റിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ കയറിയപ്പോൾ ഈ നല്ല സ്ട്രോബെറി കിട്ടിയായിരുന്നു. അതാണ് ഇന്ന് പുഡിങ്ങിന് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. അത് ഈ സ്ട്രോബെറി ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാൻ നുറുക്കിയെടുക്കുന്നുണ്ടേ. സ്ട്രോബെറി കട്ട് ചെയ്ത് റെഡിയാക്കി കഴിഞ്ഞു. ഇനി ഗ്യാസ് കത്തിക്കാം. കത്തിച്ച് ഇതൊന്ന് അടുപ്പത്ത് വെച്ച് അല്പം പഞ്ചസാരയും കൂടെ ഇട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കണം. എല്ലാ പ്രാവശ്യം പോലെ ഞാൻ പ്രാർത്ഥിച്ചാണ് ആരംഭിച്ചത്. ആവശ്യത്തിന് പഞ്ചസാര ഇതിന് ചേർക്കണം. സ്ട്രോബെറിക്ക് ഒരു ചെറു പുളിയുണ്ട്. അപ്പോൾ ആ പുളിയൊന്ന് മാറാനാണ് ഞാൻ പഞ്ചസാര ഇടുന്നത്. ആവശ്യത്തിനിട്ട് ഇട്ടിട്ട് അതൊന്ന് ആ പഞ്ചസാര മെൽറ്റാവുന്നത് പോലെ ഒന്ന് ഗ്യാസിൽ വെച്ച് കുറച്ച് നേരം അതൊന്ന് ഇളക്കിയെടുക്കണം.
ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ ആഡ് ചെയ്യാൻ പോവാണ്. ഇത് കുറച്ച് നേരം അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇത് കുറച്ച് ആ വെള്ളം കൂടി വറ്റി വരേണ്ടതുണ്ട്. കുറച്ച് നേരം കൂടി അടുപ്പത്ത് വയ്ക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് വേറൊരു മിക്സ്ചർ റെഡിയാക്കാം. ഇത് കാച്ചി വെച്ച പാലാണ്. അതൊരു സോസ് പാനിൽ ഒഴിച്ചു. ഇനി കുറച്ച് പാലിൽ കുറച്ച് കസ്റ്റർഡ് പൗഡർ, മിൽക്ക് പൗഡർ, കണ്ടൻസ് മിൽക്ക്, കോൺഫ്ലവർ ഇത്രയും കൂടി ആ പാലിൽ നല്ല പോലെ ലംസ് ഇല്ലാതെ കലക്കിയെടുക്കണം. ഞാനുണ്ടാക്കുന്ന പുഡിങ് എഗ്ലെസ് ആണ്. അപ്പോൾ ആ കൺസിസ്റ്റൻസിക്ക് വേണ്ടിയിട്ടാണ് കോൺഫ്ലവർ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. മധുരത്തിന് കണ്ടൻസ്ഡ് മിൽക്കും. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാനൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. അടുപ്പത്തിരുന്ന സ്ട്രോബെറി നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തു. അത് മറ്റൊരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇനി അടുത്തത് മാറ്റി വെച്ചിരിക്കുന്ന പാല് നമ്മൾ കസ്റ്റർഡ് പൗഡറും മിൽക്ക് പൗഡറും കണ്ടൻസ് മിൽക്കും കോൺഫ്ലവറൊക്കെ മിക്സ് ചെയ്ത പാലില്ലേ, അത് കുറുക്കിയെടുക്കാൻ പോവാണ്. ഇതാണ് അതിൻ്റെ കുറുക്കിയെടുക്കുമ്പോഴുള്ള കൺസിസ്റ്റൻസി. അപ്പോഴേക്കും ഗ്യാസ് ഓഫ് ചെയ്യണം. ഗ്യാസ് ഓഫ് ചെയ്ത ശേഷവും നല്ല പോലെ ഈ മിക്സറിനെ ഇളക്കി കൊടുക്കണം. കോൺഫ്ലവർ ചേർത്തുകൊണ്ട് പെട്ടെന്ന് അത് കട്ടിയായിപ്പോൾ. ഇനി ഇതിനെ നമ്മൾ ഈ സ്ട്രോബെറിയുടെ പുറത്തേക്ക് ഒഴിക്കാൻ പോവാണ്. ഞാനെടുത്ത പാത്രം ചെറുതായിപ്പോയി. ക്വാണ്ടിറ്റി കൂടിപ്പോയതാവും കാരണം വളരെ പ്രയാസപ്പെട്ട് ഇതെല്ലാം കൂടെ ഞാനൊന്ന് മിക്സാക്കി എടുക്കുകയാണേ. വല്ല വിധേനയും ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച്, അതായത് ഫ്രീസറിൽ വെച്ച് സെറ്റാക്കി എടുക്കണം. സൗഭാഗ്യക്ക് ഇഷ്ടമായതുകൊണ്ട് കോൺ വെച്ച് ഒരു സലാഡും കൂടെ ഉണ്ടാക്കി വെച്ചു. ബൂബുവിൻ്റെ കാര്യങ്ങൾ അറിയാനും അതേക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ ഒക്കെ താല്പര്യമുള്ള കുറേ പേരെ കമൻസിലൂടെ ഞാൻ വായിച്ച് മനസ്സിലാക്കി. അതുകൊണ്ടാണ് അങ്ങനത്തെ കുറച്ച് ഷോർട്സ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത്.
ബൂബുവിന് ഡ്രൈ ബാത്താണ് ഞാൻ എപ്പോഴും കൊടുക്കുന്നത്. ഒത്തിരി പ്രായമായതുകൊണ്ട് കുളിപ്പിക്കാറില്ല. ഇപ്പോൾ ചൂടുകാലമായതുകൊണ്ട് എവ്രി ഡേ മുടങ്ങാതെ അവന് ഈ ഡ്രൈ ബാത്ത് കൊടുക്കാറുണ്ട്. അതെല്ലാം കൊടുത്ത ശേഷം കുറച്ച് വിക്സ് അവൻ്റെ കഴുത്തിലും ഇത്തിരി കാലിൻ്റെ ചോട്ടിലൊക്കെ ഇത്തിരി തേച്ച് കൊടുക്കും. അവന് എപ്പോഴും ഒരു ചെസ്റ്റ് ഇൻഫെക്ഷൻ പ്രോണാണ് അവൻ. വിക്സ് ഇടുമ്പോൾ അവന് ഇത്തിരി ആശ്വാസം കിട്ടാറുണ്ട്. നല്ല സുഖമായിട്ട് അവൻ ഉറങ്ങുന്നതും കണ്ടിട്ടുണ്ട്. ശേഷം അവൻ്റെ പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ നോക്കുന്നത് സമയമാണ് കേട്ടോ. പ്രോഗ്രാമുള്ള ദിവസമാണ്, കുട്ടികൾ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ഒതുക്കി തീർത്തിട്ട് കുളിച്ച് റെഡിയായിട്ട് വേണം എനിക്ക് പ്രോഗ്രാം സ്ഥലത്തേക്ക് പോകാനായിട്ട്. ഞാൻ പറഞ്ഞില്ലേ, ബൂബു സുഖമായിട്ട് ഉറക്കം തുടങ്ങി. പൂച്ചു ഞാനും കൂടി ക്ലാസ്സിലേക്ക് പോവാണ്. കുട്ടികൾ അവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണല്ലോ. എന്താണ് അവസ്ഥ നമുക്ക് കാണാം. ചിരിക്കണവരെ വെച്ചോളെ, ചിരിച്ചാ മാറ്റാം. എന്താ ബുദ്ധിമുട്ട് ചിരിക്കാൻ? മനസ്സിലായില്ല. ഈ കുട്ടിയെ ചിരിക്കാൻ പഠിപ്പിച്ചു കൊടുക്കാത്ത വേണ്ട 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 വേണ്ട. പക്ഷെ അവള് ചിരിക്കണില്ല. അത് പറ്റില്ല. ഞാൻ ചിരിച്ചാലേ ഞാൻ വേണ്ടു. ചിരിച്ചേ. എത്ര പല്ലുണ്ട് നോക്കട്ടെ, എത്ര പല്ലുണ്ട് കണ്ടേ. ജീൻസ് ഇട്ട് ഡാൻസ് ഡ്രസ് ഇട്ട്. ഹലോ. അപ്പൊ എൻ്റെ പേര് ദീപു എന്നാണ്. ദീപു വി എസ്, കാട്ടാക്കട വീരണകമാണ് സ്ഥലം. ഞാൻ ഈ സ്കൂളിൽ വരുമ്പോഴേക്കും ആദ്യം എനിക്ക് വരാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ സ്കൂളിൽ ചെയ്യാൻ കഴിഞ്ഞത് തന്നെ ഒരു വലിയൊരു ഭാഗ്യമാണ്. അത് നല്ലതായിട്ട് കരുതുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ കുട്ടികളെല്ലാം എൻ്റെ കൂടെ നല്ല സ്നേഹപരമായിട്ടാണ് പെരുമാറുന്നത്. അത് കാണുമ്പോൾ നമുക്ക് പലയിടത്തും ചെയ്യുമ്പോൾ ഫ്ലോപ്പാവും. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഫ്ലോപ്പായില്ല. എന്തോ ആദ്യം ഇദ്ദേഹത്തിൻ്റെ അവിടെ വരുമ്പോൾ ചെറിയൊരു ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു ഇതാണ് കിട്ടിയത്. അവരെന്നാലും ടീച്ചറിൻ്റെ ആയിരുന്നാലും അതുപോലെ നല്ല രീതിയിലൊരു ഇത് കിട്ടി.
നമ്മുടെ രാജമ്മ കുറച്ച് മാങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഉച്ചത്തേക്ക് ഞാൻ വേറൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് മാമ്പഴം കഴിച്ച് വിശപ്പടയ്ക്കാൻ. ഇനി കുളിച്ച് റെഡിയായിട്ട് ഒന്നും കൂടെ മേളിൽ പോകണം. കുട്ടികളെ ലാസ്റ്റ് മിനിറ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ട് പ്രോഗ്രാം സ്ഥലത്തേക്ക് പോകണം. ഓ ഇങ്ങനെ ഐസ് വന്നിരിക്കണം. I hope it's good. Do you? സത്യം സൂപ്പർ. അയ്യോ മറ്റേ സാരിയല്ലേ? ശ്രദ്ധിച്ചേ. സൂപ്പർ. ഇഷ്ടപ്പെട്ടു. പിടിക്കും. Come on. അക്ഷയ ഫുഡ് കഴിച്ചോ? അക്ഷയ കൃത്യസമയത്ത് തന്നെ ഞങ്ങളെല്ലാവരും ക്ഷേത്രത്തിലെത്തിയായിരുന്നു. സൗഭാഗ്യയും അർജുനും എത്തി. സുധാപു വന്നില്ല, ഉറങ്ങിപ്പോയി എന്ന് പറഞ്ഞു. അകത്ത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷേ പ്രോഗ്രാം ഗംഭീരമായി. അതിൻ്റെ സന്തോഷത്തിൽ ഞങ്ങൾ പുറത്ത് വന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിശ്വസിക്കട്ടെ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഉറപ്പായിട്ടും കാണണം കേട്ടോ. Lots and lots of love. God bless you all.